കൂട്ടുകാരെ, ഹൗ ആർ യു? ഇന്ന് September 6. ഇന്ന് ശരിക്കും ഓണമാണ് ഇവിടെ. പക്ഷേ നമ്മൾ ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീക്കാണ് നമുക്ക് ഓണം പരിപാടി. നമ്മളെ പ്ലാന് മലയാളി അസോസിയേഷൻ, ഇവിടുത്തെ മലയാളി അസോസിയേഷൻ ഒരു ഓണം പരിപാടി ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച അതിന് പോകണം എന്ന പ്ലാന്. അപ്പോൾ ഇവിടെ ഓണം ഡ്രസ്സ് നമ്മുടെ അടുത്തില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിന്. അപ്പോൾ അതാണ് ഈ ബോക്സിൽ. അപ്പം വെരി എക്സൈറ്റഡ് തുറക്കാൻ വേണ്ടി. സോ ലെറ്റ്സ് ഗോ. കത്തിയെടുക്കൂ. ശരി, ഡ്രസ്സൊന്നും കാണുന്നില്ല. ക്യാമറമാൻ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ക്യാമറമാനോട് ചോദിച്ചിട്ടുണ്ട്. മാസ്ക് പൊടിച്ചിട്ട് എന്റെയും ക്യാമറമാന്റെയും ഔട്ട്ഫിറ്റ്സ് ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ. ഹലോ നാട്ടുകാരെ, എഡിറ്റർ ആതിര ഹിയർ. ഇപ്പൊ കുറെ നാളെ തിരക്കില് യൂണിവേഴ്സിറ്റിന്റെ കുറച്ച് ഡെഡ് ലൈൻസും എല്ലാം കൂടി. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഡെഡ് ലൈൻസിന് ഒരു കുറവൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ നമ്മളെ ബെസ്റ്റ് ട്രൈ ചെയ്യും വീഡിയോസ് ഇടാൻ. അതിന് താങ്ക് യു ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്ഷമിക്കൂ. ഈ പാക്കേജ് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. എന്റെയും ക്യാമറമാന്റെ ഔട്ട്ഫിറ്റ്സ് ഉണ്ട്. ക്യാമറമാന്റെ അമ്മ കൊടുത്തയച്ചാണ്. ഒരുങ്ങി പിടിച്ചിട്ട് പോകണ്ടല്ലേ അടുത്ത ആഴ്ച. ഇവിടെ യൂഷ്വലി ട്രഡീഷണൽ ക്ലോത്ത്സ് കിട്ടാൻ ഭയങ്കര പാടാ. ഷോപ്സ് ഒന്നും അങ്ങനെയില്ല, കാരണം മലയാളികൾ ഇവിടെ കുറവായോണ്ട്. അപ്പൊ നാട്ടിൽ നിന്ന് കൊടുത്തേക്കേണ്ടി വന്നു. അയ്യ, കണ്ട സഞ്ചിന്റെ ഉള്ളിൽ എന്താണാവും? Should I take it together? വണ്ണായിട്ട് ടൈം എടുക്കാം. ആവേശം കൊണ്ടൊന്നു. ഇതെന്റെ സ്കേർട്ടാണ്. ധാവണിയാണ് ഉടുക്കാൻ പ്ലാൻ. ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് ധാവണി ഉടുക്കും. വെരി എക്സൈറ്റഡ്. ഓ, ഷാള്, ബ്ലൗസ്, ഓ ക്യാമറമാൻ്റെ മുണ്ടും കുർത്തയും. കുർത്ത ഇതെന്തിനാണോ? ഓ, പിന്നെ ആക്സസറീസ് ആണ്. ആക്സസറീസ്, ക്യാമറമാനും ബെൽറ്റ്. ശശി വളകൾ, മാല. ഇത് മുക്കുത്തി. ഞാൻ മുക്കുത്തി ഒന്നും ഇടറില്ല, പക്ഷെ പ്രാവശ്യം ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു. മാല, കമ്മൽ. നൂല് ജസ്റ്റ് ഇൻ കേസ് ഫിറ്റ് ആയിട്ടില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. ഇതെന്താ സാധനം? ഇതിന് വെറുതെ എക്സ്ട്രാ ആഡ് ചെയ്തതായിരിക്കും. I think it's just an extra. ക്യാമറമാൻ തുറന്നിരും. ബാംഗിൾ? I think it's ബാംഗിൾ. നാട്ടുകാർ ഗസ് ചെയ്യും the color of my dress. ചോപ്പാണ്, ചോപ്പ്. പിന്നെ ഇട്ട് നോക്കണം സൂട്ട് ആവുന്നുണ്ടോ എന്നല്ല, അല്ല ഫിറ്റ് ആവുന്നുണ്ടോ എന്നല്ല. മെഷർമെന്റ്സ് ഇവിടെ നിന്ന് ഓൺലൈൻ വിളിച്ചിട്ടാണ് കൊടുത്തത്. അപ്പം മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പം നോക്കാം. ഇപ്പൊ തന്നെ ആവശ്യം വരുന്നു പോവാൻ വേണ്ടിട്ട്. ഒരുങ്ങി പിടിച്ച് പോവാൻ. ASMR. കുപ്പിവളക്കിലക്കിലക്കിരുന്നു പറഞ്ഞിട്ടുണ്ട്. ക്യാമറ ഫുൾ പൊളിച്ചിരുന്നില്ല. ക്യാമറ
എനിക്ക് ആവശ്യം ഇപ്പൊ തന്നെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നു. ഇന്ന് നമ്മൾ മസാല ദോശ അടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പൊ കുറച്ചു നേരത്തെ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. അപ്പം എല്ലാരും ഹാപ്പി ഓണം എന്നുള്ള പറഞ്ഞ് സദ്യനെ ഇടുമ്പോ നമ്മൾ വിചാരിച്ച് പോയിട്ട് മസാല ദോശ അടിച്ചിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. I'm so happy. കത്തി എടുക്കും ദാസ. I'm just trying. I'm like so happy. I don't know why. Oh yeah. Let's do this. അത്രേ ഉള്ളൂ. പിന്നെ ട്രൈ ചെയ്ത് നോക്കാം. പരിപാടി തുടങ്ങിയ സമയം 9:30. നമ്മൾ ഒരുങ്ങിപ്പിടിച്ച് പോയ സമയം 1 മണി. ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് എവിടെ പോയിക്കൊന്നും കാണുന്നില്ലല്ലോ. നോക്കുമ്പോൾ സദ്യൻ്റെ സമയമായി. അപ്പം പിന്നെ നമ്മൾ അതിനായിട്ട് ഇറങ്ങിയ പോലെയായി. എനിക്കാണെങ്കിൽ ചമ്മലായിരുന്നു. ഇതെല്ലാം ഒരുങ്ങിപ്പിടിച്ച് ഇട്ടിട്ട് മെട്രോയിലെല്ലാം കയറി പോകണ്ടേ. പക്ഷെ ഇട്ടപ്പോൾ പിന്നെ മനസ്സിലായി ആരും അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല. ഫോൾ ആയതുകൊണ്ട് ഇപ്പോൾ കാറ്റ് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. ജാക്കറ്റെല്ലാം ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിന് മേലെ കവറായല്ലോ. ബാഗിലാണെങ്കിലോ റെക്കോർഡിംഗ് ഐറ്റംസും ക്യാമറമാൻ്റെ മുണ്ടും വാട്ടർ ബോട്ടിലും എല്ലാ എമർജൻസി ഐറ്റംസ് അടക്കം അതിലുണ്ട്. വളരെ പ്രിപ്പയർഡാണ്. അവിടെ എത്തലും കുറേ ആൾക്കാർ ഒരു ലൈന് ഫോം ചെയ്തിട്ട് എവിടെയോ പോകുന്നുണ്ടേ. നമ്മളും ഫോളോ ചെയ്തു. നോക്കുമ്പോൾ അത് സദ്യയല്ലേ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, അതിൽ തന്നെ കയറിപ്പോയി. ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ അവർ പിന്നാലെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കിവരെ സിസ്റ്റം നല്ല ഇഷ്ടമായി. ഒരു ട്രേയിൽ ബനാന ലീഫ് വന്നിട്ട് കറി നമുക്ക് വേണ്ടുന്നത് വാങ്ങാം. MAQ മലയാളി അസോസിയേഷൻ ഓഫ് ക്യൂബെക് അവരാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. ഫ്രണ്ട്സ് പറഞ്ഞ ഇവരെ പരിപാടിയെല്ലാം നല്ല ഗംഭീരമായിരുന്നു. അപ്പോൾ മനസ്സിലായി നേരത്തെ വരണമായിരുന്നു. നമ്മൾ പ്ലാൻ ഇട്ടതായിരുന്നു നേരത്തെ വന്നിട്ട് വീഡിയോയിൽ എടുക്കാൻ. പക്ഷേ യൂണിവേഴ്സിറ്റീൻ്റെ ഡെഡ് ലൈൻസും അങ്ങനെ കുറച്ച് വറീസ് ഉള്ളതുകൊണ്ട് ഒന്നും നേരമണായില്ല. അടുത്ത ഓണം നമുക്ക് സെറ്റാക്കാൻ നോക്കാം. എല്ലാവരും സദ്യ അടിക്കേണ്ട ആവേശത്തിലാണ്. 2 വർഷത്തിന് മേലെയായി സദ്യ അടിച്ചിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് റിവ്യൂയിലേക്ക് പോവാം. നമ്മളിനി ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ പോന്നു, ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയല്ലേ ഒരുങ്ങി പിടിച്ചിട്ട് ഓരോരോ ചാൻസ് ഇട്ടത്. ക്യാമറമാൻ്റെ മുണ്ട് അപ്ഡേറ്റ് ബാഗിൽ തന്നെ കിടക്കുന്നുണ്ട്, പുറത്തെടുത്തിട്ടില്ല. ഫുഡെല്ലാം അടിക്കാൻ പോന്നു, പ്രോഗ്രാം ആണെങ്കിൽ ഇട്ടേനെന്ന് പറഞ്ഞിട്ട് പുറത്തെടുത്തിട്ടില്ല. ഫ്രണ്ട്സും അതന്നെ. ഇപ്പം ഞാൻ മാത്രം ഒരുങ്ങി പിടിച്ച അവസ്ഥയല്ലേ. ഇനി അടുത്ത ഓണത്തിന് ഇടാന്ന് പറഞ്ഞിട്ട് അവിടെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ സീരിയൽ പറയുന്ന പോലെ കാണുക അടുത്ത വർഷം ക്യാമറമാൻ മുണ്ടിട്ടനോ ഇല്ലയോ എന്ന്. സ്പെഷ്യൽ താങ്ക്സ് ടു ക്യാമറമാൻ്റെ അമ്മ ആൻഡ് സിസ്റ്റർ. തിരക്കിനടക്കാന്ന് ഇവർ മെറ്റീരിയൽസും ആക്സസറീസ് എല്ലാം നാട്ടിൽ നിന്ന് വാങ്ങി സ്റ്റിച്ച് ചെയ്യാനെല്ലാം കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് അയച്ചാന്ന്. അത് ഓൺ ടൈമിലെത്തി. എന്നോട് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഒരു ഷൗട്ട് ഔട്ട് ടു സർല ആൻറ്റി, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നതിന്. നമ്മൾ വീഡിയോ കോൾ വഴിയാണ് മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്തത്. പക്ഷെ കറക്റ്റ് ഫിറ്റ് ആയിട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെൻ്റെ ഫസ്റ്റ് തവണയാണ്, അതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ താങ്ക് യു ഫോർ ദാറ്റ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. എനർജിയോടെ കറങ്ങാതെ നമ്മളിത് കഴിഞ്ഞ് നേരെ വാൾമാർട്ട് പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ വലിയ അറ്റൻഷനൊന്നും കിട്ടുന്നുണ്ടായില്ല. അതിനോട് പിന്നെ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. സദ്യ അടിച്ചാൽ നല്ല ക്ഷീണം ഇപ്പം നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് വേണം ഒന്നങ്ങ് കിടന്നുറങ്ങാൻ. അപ്പം നിങ്ങൾ ഓണം നല്ല സൂപ്പറാണെന്ന് വിചാരിക്കുന്നു. ഇനി കാണും വരെ ബൈ ബൈ നാട്ടുകാരെ, ലവ് യു.